ഹായ് ഹലോ വെൽക്കം ടു ഫാമിലി ടൈൽസ്. അപ്പോൾ നമ്മളിന്ന് ഡ്രീം ലാൻഡ് നാച്ചുറൽ പാർക്ക് എക്സ്പ്ലോർ ചെയ്യാനുള്ള പ്രോഗ്രാമിലാണ്. അപ്പോൾ വെൽക്കം ടു നമ്മളുടെ രണ്ടാമത്തെ എപ്പിസോഡ്, കരുവാരകുണ്ട് ട്രാവൽ സീരീസിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് വെൽക്കം. എല്ലാവരും രണ്ടാമത്തെ എപ്പിസോഡ് മുഴുവനായിട്ട് കാണണമെന്ന് അപേക്ഷിക്കുന്നു. സ്കിപ്പ് ചെയ്യാതെ കാണുക. എന്തായാലും നിങ്ങൾക്ക് എൻജോയ് ചെയ്യാനുള്ള ഒരുപാട് സംഭവങ്ങൾ നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോകുന്ന വഴിയിലുള്ള പുഴയുടെ വിഷ്വൽസൊക്കെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മളുടെ പുഴ, ഒരു സൈഡിൽ റോഡിൻ്റെ ഒരു സൈഡിൽ പുഴയാണ്, പിന്നെ കുറച്ച് മുന്നിലായിട്ട് നിങ്ങൾ കാണുന്നത് ഒരു ഹോട്ടലാണ്. അപ്പോൾ ഇങ്ങോട്ട് പോകുന്ന വഴിയിലൊക്കെ ഹോട്ടലുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഭക്ഷണം കയ്യിൽ കരുതുന്നത് നന്നാവും. ഹോട്ടലുകളിൽ പൊറാട്ടയൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. ഞാൻ ഹോട്ടൽ റിവ്യൂസ് ഇവിടുത്തെ ചെയ്തിട്ടില്ല. നമ്മൾ ഉടൻ തന്നെ ഒരു ഹോട്ടൽ റിവ്യൂവും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്താം. അപ്പോൾ പുഴയുടെ ഒരു സൗന്ദര്യമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പുഴയുടെ തീരത്ത് കൂടിയാണ് നമ്മൾ പിന്നെ മുന്നോട്ട് വീണ്ടും പോകുന്നത്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ചെറിയ ഹോട്ടലുകളൊക്കെ ഈ വഴിയിലുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ നമുക്കിതുപോലെ കൊക്കോ തോട്ടമാണ് ഒരു സൈഡിൽ കാണുന്നത്. കൊക്കോ ഒക്കെ ഉള്ള സമയത്താണെങ്കിൽ ഒക്കെ നമുക്ക് കണ്ടങ്ങനെ പോകാം. പറിക്കാനൊന്നും പറ്റില്ല, അവർ കൊക്കോ കൃഷി ചെയ്യുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ പിന്നെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഒരു ക്രിസ്ത്യൻ ചർച്ച് കാണാൻ കഴിയും. അവിടെ ഒരു അത്യാവശ്യം വലിയൊരു ചർച്ച് തന്നെയാണ്. അപ്പോൾ അതും വേണമെങ്കിൽ നമുക്ക് ഈ യാത്രയിൽ കയറി കാണാവുന്നതാണ്. ഞാനെന്തായാലും അവിടെ കയറിയിട്ടില്ല. നമ്മൾ നേരെ കൽക്കുണ്ടിലേക്കാണ് പോയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ പോകുന്ന വഴിയിലാണ് നമ്മൾ ഈ ചർച്ചും കാര്യങ്ങളൊക്കെ പുഴയുടെ സൈഡിലായിട്ടാണ് വരുന്നത്. പിന്നെ അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ കുറച്ചുകൂടെയൊക്കെ മുന്നോട്ട് പോകുമ്പോൾ വീണ്ടും കൊക്കോ തോട്ടവും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അവിടെയൊക്കെ ഒരുപാട് താമസക്കാരുണ്ട്. അങ്ങനെ പോയി നമ്മൾ കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ ഇതുപോലെ ഒരു സ്ഥലത്താണ് എത്തുക. റോഡിലൂടെ പുഴയിലേക്കുള്ള നീരൊഴുക്ക് നമുക്കിങ്ങനെ കാണാം. ഇതൊക്കെ നമുക്ക് പിന്നെ വർഷക്കാലത്ത്, അതായത് മഴക്കാലത്തൊക്കെ അത് നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന കാഴ്ചയൊക്കെ നിങ്ങൾക്ക് ഗൂഗിളൊക്കെ ചെയ്ത് നോക്കിയാൽ വേറെ വീഡിയോസിലൊക്കെ കാണാം. പിന്നെ അത് കഴിഞ്ഞ് വരുമ്പോൾ പിന്നെ മുന്നോട്ട് വരുമ്പോൾ ആണ് നമ്മളുടെ വയലിൽ ഗ്രൂപ്പിൻ്റെ റിസോർട്ടുകളും കാര്യങ്ങളൊക്കെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവർ വരുന്നുണ്ട്. അത് ഉദ്ഘാടനം കഴിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു. എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. ആർക്കെങ്കിലും അറിയെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ഹോം സ്റ്റേ പോലുള്ള റിസോർട്ട് കാര്യങ്ങളൊക്കെയാണ് തോന്നുന്നുണ്ട്. പിന്നെ നമ്മൾ കുറച്ചുകൂടി മുന്നോട്ട് ഇങ്ങനെ കയറ്റം കയറി പോകുമ്പോഴാണ് നമ്മളുടെ ഡെസ്റ്റിനേഷൻ എത്തുന്നത്. ഇതാണ് ഡ്രീം ലാൻഡ് നാച്ചുറൽ പാർക്കിലേക്കുള്ള എൻട്രി വരുന്നത്. ഇതുപോലെ നമ്മൾ കൊക്കോ തോട്ടത്തിൻ്റെ ഉള്ളിലൂടെ അങ്ങ് ഇറങ്ങി പോകുന്ന രീതിയിലാണ് അതിൻ്റെ എൻട്രിയും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇപ്പോൾ ഇത് ഇങ്ങോട്ട് എത്തുന്നതിന് കുറച്ച് ബാക്കിലായിട്ട് നമുക്ക് നല്ല വിശാലമായ ഒരു പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം കുറച്ചധികം വണ്ടികളൊക്കെ അവിടെ പാർക്ക് ചെയ്യാൻ പറ്റും. ഇവിടുന്ന് പിന്നെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ റിസോർട്ടുകളും കാര്യങ്ങളൊക്കെ മുകൾ ഭാഗത്തായിട്ടും ഉണ്ട്. പിന്നെ എങ്ങനെയാണ് അതിൻ്റെ അകത്തേക്ക് പ്രവേശിച്ചാൽ നല്ല കല്ലൊക്കെ പാകി വൃത്തിയാക്കിയിട്ടുള്ള നല്ലൊരു AC റൂമിലേക്ക് പ്രവേശിച്ച പോലെയാണ് നമുക്ക് തോന്നുക. കാരണം അത്രയും തണുപ്പാണ്, അത്രയും മരങ്ങളും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ നല്ല തണലും തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിങ്ങനെ നടന്ന് പോയിട്ടാണ് നമ്മൾ ടിക്കറ്റ് കൗണ്ടറിലേക്ക് എത്തുക. ടിക്കറ്റ് കൗണ്ടറിലേക്ക് എത്തുന്നതിന് മുൻപുള്ള ഭാഗമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു പച്ചപ്പും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. എന്തായാലും നല്ല ഒരു തണുപ്പും കാര്യങ്ങളൊക്കെ ആസ്വദിച്ച് ഇങ്ങോട്ട് മുന്നിലേക്ക് വരുമ്പോഴാണ് നമുക്കിവിടെ പിന്നെ എന്തൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ എന്നുള്ളതൊക്കെ എഴുതി വെച്ചിട്ടുള്ള ഒരു ടിക്കറ്റ് കൗണ്ടറും കാര്യങ്ങളൊക്കെ കാണുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ അവിടുന്ന് ടിക്കറ്റ് എടുത്തു. ടിക്കറ്റിൽ അവിടെ അതിൻ്റെ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എങ്ങനെയാണ് അതിൻ്റെ പ്രവൃത്തി സമയം. രാവിലെ 9 മണി മുതൽ രാത്രി 8 മണി വരെ ഈ പാർക്ക് പ്രവർത്തനം ഉണ്ട്. അപ്പോൾ നൈറ്റ് വിഷ്വൽസൊക്കെ അതിമനോഹരമായിരിക്കും എന്ന് ആണ് തോന്നുന്നത്. നമ്മളുടെ ഈ വീഡിയോയിൽ നൈറ്റ് വിഷ്വൽസ് ഇല്ല. നമ്മൾ രാവിലെ ഒരു സമയത്താണ് അവിടെ പോയിട്ടുള്ളത്. അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യങ്ങളാണ് അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നൈറ്റ് വിഷ്വൽസ് നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് നമ്മൾ ഉടനെ ചെയ്യുന്നതാണ്. എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കൂടിക്കോളൂ. ഇങ്ങനെയുള്ള ഒരുപാട് വീഡിയോസ് നമുക്ക് ഇനിയും ചെയ്യാനുണ്ട്. പിന്നെ നമ്മൾ ടിക്കറ്റ് എടുത്ത് ഇങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ പിന്നെ ഇതുപോലുള്ള ഇരുമ്പ് ഇതിലാണ് നമുക്ക് നടപ്പാതയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിമനോഹരമായ രീതിയിലുള്ള വിഷ്വൽസാണ് നമുക്ക് പ്രകൃതിയുടെ അനുഗ്രഹത്താൽ നമുക്കിവിടെ ലഭിക്കുന്നത്. പിന്നെ ഇങ്ങനെ വരുമ്പോൾ നമുക്കിവിടെ ഒരു പാലം ആണ് കിട്ടുന്നത്. ഇരുമ്പ് പാലം തന്നെയാണ്. കൈവരിയും കാര്യങ്ങളൊക്കെ ഉള്ള, കുട്ടികൾക്കോ കാര്യങ്ങൾക്കോ ഒന്നും ബുദ്ധിമുട്ടൊന്നും വരാത്ത രീതിയിലുള്ള പാലം കാര്യങ്ങളൊക്കെയാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്. ടിക്കറ്റിൻ്റെ താരിഫും കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാണിക്കുകയാണ്. ഞാൻ നേരത്തെ വിട്ടുപോയതാണ്. അപ്പോൾ ഡ്രീം ലാൻഡ് നാച്ചുറൽ പാർക്കിൻ്റെ എൻട്രി ഇങ്ങനെയാണ്. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ആ പാലത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് താഴെ കൂടി പുഴ കല്ലിലൊക്കെ തട്ടി
ചിന്നി ചിതറി ഒഴുകുന്നത് നമുക്ക് കാണാൻ പറ്റും. പുഴയിൽ വെള്ളം കുറവാണ് ഈ ഒരു സമയമായതുകൊണ്ട്. കുറച്ചുകൂടെയൊക്കെ വെള്ളമുള്ള സമയത്താണെങ്കിൽ ഭയങ്കര ഭീകരമായൊരു സൗണ്ടും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ പാറക്കെട്ടുകൾക്കിടയിലൂടെ വെള്ളങ്ങൾ ഇങ്ങനെ തത്തിക്കളിച്ച് ഒഴുകി വരുന്നതൊക്കെ നമുക്ക് അവിടെ നിന്ന് ഇങ്ങനെ ആസ്വദിച്ച് മുന്നോട്ട് പോകാം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ നിന്ന് ഒരുപാട് സമയമാണെങ്കിൽ ആസ്വദിക്കാം. ഏകദേശം ഒരു 3 മണിക്കൂറോളം നമുക്ക് ടിക്കറ്റിൽ പാർക്കിനകത്ത് ചിലവഴിക്കാനുള്ള അനുമതിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പാലത്തിൻ്റെ മുകൾ വശമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. അങ്ങനെ താഴെയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു രീതിയിലാണ് നമുക്ക് കാണാൻ കഴിയുക. വെള്ളം അങ്ങനെ താഴെ, ഇതിൻ്റെ താഴെ സ്വപ്നക്കുണ്ട് എന്ന് പറഞ്ഞിട്ടൊരു കുണ്ടുണ്ട്. നമ്മൾ പണ്ട് കാലത്തല്ല ഇപ്പോഴും നമ്മൾ അവിടെ പോയിട്ട് പിന്നെ ചൂടൊക്കെ കൂടുന്ന സമയത്ത്, ചൂട് കാലത്തൊക്കെ അവിടെ പോയിട്ട് കുളിക്കാനും ഒക്കെ എൻജോയ് ചെയ്യാനൊക്കെ പറ്റിയ ഒരു സ്ഥലമാണ് ഒരു സ്വപ്നക്കുണ്ട്. ആ സ്വപ്നക്കുണ്ട് എന്ന് പറഞ്ഞതിൻ്റെ തൊട്ട് മേൽവശത്തായിട്ടാണ് ഈ പാർക്ക് ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ സ്വപ്നക്കുണ്ടിലൊക്കെ ഒരുപാട് ചാടി കളിച്ചിട്ടുള്ള ഒരു അനുഭവവും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർക്കുകയാണ്. അപ്പോൾ അതിൻ്റെ തൊട്ട് മുകളിലായിട്ടാണ് ഈ പാർക്ക്. സ്വപ്നക്കുണ്ടിൽ ഇപ്പോഴും ചാടാനും കാര്യങ്ങൾക്കും പിന്നെ കുളിക്കാനൊക്കെ ബുദ്ധിമുട്ടൊന്നുമില്ല. അത് ഇതിൻ്റെ താഴെ വശത്തായിട്ടാണ് വരുന്നത്. പിന്നെ ഇങ്ങനെ നമ്മൾ പാലൊക്കെ കടന്ന് ഇറങ്ങി വരുമ്പോൾ പിന്നെ ഈ പാർക്കിൻ്റെ ഈ വഴിയിലൊക്കെ നമുക്ക് ഇരിപ്പിടങ്ങളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, മരങ്ങൾക്കടിയിലൊക്കെ. അതൊക്കെ നമുക്ക് ആസ്വദിച്ച് അവിടെയൊക്കെ കുറേ നേരം കാറ്റൊക്കെ കൊണ്ടിരുന്ന് ഇങ്ങനെ ഒരുപാട് സമയം ചിലവഴിക്കാനുള്ള ആളുകൾക്ക് വന്നു കഴിഞ്ഞാൽ ഒരുപാട് രീതിയിൽ നമുക്ക് എൻജോയ് ചെയ്യാൻ ഉള്ള ഒരുപാട് ഐറ്റംസ് ഇതിനകത്തുണ്ട്. തെങ്ങ്, കവുങ്ങ്, വാഴ, അങ്ങനെ ഒരുപാട് ഐറ്റംസ് നമുക്ക് ഇതിനകത്ത് കാണാൻ കഴിയും, ഫലവൃക്ഷങ്ങളും മറ്റുമൊക്കെ ആയിട്ട്. അപ്പോൾ അങ്ങനെ പിന്നെ അതിൻ്റെ ഇടയിൽ അവരുടെ ഗ്രീൻലാൻഡ് റിസോർട്ടിൻ്റെ പരസ്യങ്ങളുണ്ട്. ഗ്രീൻലാൻഡ് റിസോർട്ടിൻ്റെ ഇതിൻ്റെ തൊട്ട് എതിർവശത്തായിട്ട് ഈ പുഴയുടെ അല്ലെങ്കിൽ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ തൊട്ട് എതിർവശത്തായിട്ടാണ് വരുന്നത്. അത് നമ്മളിപ്പോൾ ഇങ്ങോട്ട് വരുന്ന വഴിയിൽ നിന്ന് ലെഫ്റ്റിലേക്ക് പോയിട്ടൊരു പാലം കടന്ന് അങ്ങനെ പോയി കഴിഞ്ഞാലാണ് റിസോർട്ടിലേക്ക് എത്തുക. ഈ റിസോർട്ടിനകത്ത് ഈ പാർക്കിനകത്ത് ഇതുപോലെ ഊഞ്ഞാലുകൾ കാര്യങ്ങളൊക്കെ ഒരുപാട് ഉണ്ട്. ഒക്കെ നമുക്ക് കുട്ടികൾക്കും കാര്യങ്ങൾക്കൊക്കെ എൻജോയ് ചെയ്യാവുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെയുള്ള ഇരിപ്പിടങ്ങൾ ഒരുപാട് സ്ഥലത്ത് നമുക്ക് ഒന്നുകൂടി കൂളിംഗ് ഒക്കെ കിട്ടുന്ന രീതിയിലുള്ള ഏരിയകളിലാണ് അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത് ഉഷാറായിട്ടുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ നമ്മളിങ്ങനെ കുറച്ചുകൂടി മുന്നോട്ട് വരുമ്പോൾ വീണ്ടും അതുപോലെ തന്നെ നേരത്തെ നമ്മൾ കടന്നു പോകുന്നത് പോലെ തന്നെ ചെറിയൊരു പാലം കൂടി നമുക്ക് ഉണ്ട്. ആ പാലം കൂടി കടന്നു കഴിഞ്ഞാലാണ് നമ്മൾ പാർക്കിനകത്തേക്ക്, അതൊരു പാറയുടെ മുകളിലായിട്ടാണ് ഈ പാർക്ക് ഫുള്ളായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പ്രകൃതിക്ക് ഒരു ദോഷം പറ്റാത്ത രീതിയിലാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെയാണ് നമ്മൾ ഐ ലവ് ഡ്രീം ലാൻഡ് എന്നുള്ള ബോർഡും കാര്യങ്ങളൊക്കെ ഉള്ളത്. കിഡ്സ് പാർക്കിലേക്ക് എൻട്രി, അതേപോലെ ഒരുപാട് സംഭവങ്ങൾ അവിടെ ഉണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു പാലത്തിൽ നിന്ന് നോക്കുമ്പോൾ മുകളിലേക്ക് നോക്കുമ്പോൾ മുകൾ വശത്ത് നിന്നുള്ളൊരു വിഷ്വൽ. അതേപോലെ അത് വെള്ളം ഒഴുകി താഴേക്ക് പോകുന്ന ഒരു വിഷ്വലാണ്. പിന്നെ അവിടെ ഒരുപാട് പിന്നെ റെയിൻ ഡാൻസ് അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ അവിടെ ഉണ്ട്. അപ്പോൾ ഇത് ഞാൻ രാവിലെ വന്നതുകൊണ്ട് തന്നെ ആളുകൾ കുറവായതുകൊണ്ടും ഇതൊന്നും പ്രവർത്തിപ്പിച്ച് കാണാൻ കഴിഞ്ഞില്ലെങ്കിലും ഇത് ആളുകളില്ലാത്തതുകൊണ്ട് നമുക്കിത് കറക്റ്റായിട്ട് വിഷ്വല് ഷൂട്ട് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു മികവായിട്ട് ഞാൻ കാണുന്നത്. രാവിലെ സമയത്ത് വന്നതുകൊണ്ട് ഞാൻ ഏകദേശം ഒരു 9 മണി 9:30 ആ സമയത്ത് തന്നെയാണ് ഇവിടെ കയറിയതെന്നാണ് ഞാൻ ഓർക്കുന്നത്. പിന്നെ റെയിൻ ഡാൻസിൻ്റെ കാര്യങ്ങളും ഒക്കെ ഉള്ള സ്ഥലങ്ങളൊക്കെയാണ് ഇപ്പോൾ ഈ കാണുന്നത്. കിഡ്സ് ലാൻഡ് എന്ന് പറഞ്ഞ് കിഡ്സിൻ്റെ പാർക്കിലേക്കുള്ള ഒരു എൻട്രി വശമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അവിടുന്ന് അതിനകത്തേക്ക് കയറിയാൽ പിന്നെ നമുക്കിതുപോലെ ഒരു ഹട്ട് കാര്യങ്ങളൊക്കെ കാണാം. ഒരുപാട് പാറക്കൂട്ടങ്ങളുള്ള ഒരു ഏരിയയാണ്. പാറക്കൂട്ടങ്ങൾക്കിടയിലൂടെയാണ് നമ്മൾ നടന്ന് മുന്നോട്ട് പോകേണ്ടത്. പാറക്കൂട്ടങ്ങൾക്കൊന്നും ഒരുപാട് കേടുപാടുകളൊന്നും വരുത്താത്ത രീതിയിൽ അതൊക്കെ സംരക്ഷിച്ചുകൊണ്ട് അതിനൊക്കെ കളറൊക്കെ കൊടുത്ത് നല്ല രീതിയിൽ സംരക്ഷിച്ചുകൊണ്ടാണ് അവർ നടപ്പാതകളൊക്കെ നിർമ്മിച്ച് അതിനകത്തു കൂടെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതൊക്കെ വളരെ മനോഹരമായ രീതിയിലാണ് നമുക്ക് അനുഭവപ്പെടുക. നമ്മുടെ മനസ്സിന് വളരെയധികം കുളിർമ നൽകുന്ന ഒരു കാഴ്ചയായിട്ടാണ് നമുക്കത് ഫീൽ ചെയ്യുക. പിന്നെ അപ്പുറത്തും ഇപ്പുറത്തുമൊക്കെ കാടിൻ്റെ വന്യതയൊക്കെ കണ്ട് ഇങ്ങനെ ആസ്വദിച്ച് നമുക്ക് മുന്നോട്ട് നടക്കാം പാർക്കിനകത്ത് കൂടി. പാർക്കിൽ കിഡ്സിൻ്റെ ഏരിയ എത്തുന്നതിന് മുമ്പായിട്ടാണ് ഈ പാറക്കൂട്ടങ്ങളും അതിന് മേലെ ഹട്ടുകളും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഈ ഹട്ടിലൊക്കെ ഒരുപാട് സമയം നമുക്ക് വേണമെങ്കിൽ ചിലവഴിക്കാവുന്നതാണ്. പാറക്കൂട്ടങ്ങളൊക്കെ നമുക്ക് പിന്നെ ഇതുപോലെ പെയിൻ്റൊക്കെ ചെയ്ത് നല്ല അതിമനോഹരമാക്കിയിട്ടാണ് നിർത്തിയിട്ടുള്ളത്. അതിലൊന്നും ചവിട്ടരുതെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതൊക്കെ ഇരിപ്പിടങ്ങളായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതുപോലുള്ള ഒരുപാട് ഇരിപ്പിടങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട്, ഊഞ്ഞാലുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. കിഡ്സിൻ്റെ ഏരിയയാണ് താഴെ കാണുന്നത്. ഞാൻ അതിനകത്തേക്ക് കയറുന്നില്ല, കാരണം കുട്ടികളൊന്നും ഉണ്ടായിരുന്നില്ല എൻ്റെ കൂടെ. പിന്നെ നമ്മൾ വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ ഇതുപോലെ പാറയിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കിഡ്സ് ലാൻഡ് ഇങ്ങനെ പ്രത്യേക രീതിയിൽ കാണാൻ കഴിയും. കിഡ്സ് ലാൻഡിൽ ഒരുപാട് സംഭവങ്ങളുണ്ട്. കുട്ടികൾക്ക് ഒരുപാട് സമയം ചിലവഴിക്കാനുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെ കിഡ്സ് ലാൻഡിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ അത് അതിമനോഹരമായ രീതിയിൽ കുട്ടികൾക്ക് ഒരുപാട് സമയം ചിലവഴിക്കാനുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെ, മുതിർന്നവർക്കാണെങ്കിലും ഊഞ്ഞാല് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കണ്ട് ഇങ്ങനെ നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ
നമുക്കവിടെ ഒരു ഹട്ടും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ആ ഹട്ടിനകത്ത് നമുക്കൊന്ന് പ്രവേശിക്കാം. ഹട്ടിനകത്ത് പ്രവേശിച്ചിട്ട് അകത്ത് കുറച്ച് സമയം ചിലവഴിക്കുക എന്നുള്ള രീതിയിൽ ഞാൻ അതിനകത്തേക്ക് കയറിയപ്പോഴാണ് തൊട്ടപ്പുറത്ത് കൂടി അതിമനോഹരമായ രീതിയിൽ ഒരു വെള്ളച്ചാട്ടം ഒഴുകി പോകുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പോൾ കുറച്ചും കൂടിയൊക്കെ വെള്ളമുള്ള സമയത്താണെങ്കിൽ ഇത് ഭീകരമായ ഒരു വെള്ളച്ചാട്ടം തന്നെ ആവാൻ സാധ്യതയുണ്ട്. എന്തായാലും വളരെ മനോഹരമായ ഒരു വിഷ്വലാണ് നമുക്ക് ഈ ഹട്ടിലിരുന്ന് നോക്കുമ്പോൾ കിട്ടുന്നത്. അത്രയും മനോഹരമായ, അത് അങ്ങോട്ട് ഇറങ്ങാനും കാര്യങ്ങൾക്കൊക്കെ ഉള്ള വഴിയൊക്കെ അവിടെ ഉണ്ട്. അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് കാര്യങ്ങൾ അവിടെ നിന്നുള്ള ഗൈഡുകളും കാര്യങ്ങളൊക്കെ പറയുന്ന രീതിയിലുള്ള ഹോം ഗാർഡ്സൊക്കെ പറയുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. അതിനെ കവച്ച് വെച്ചുകൊണ്ടൊന്നും ചെയ്യരുത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഈ പുഴയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഏത് സമയത്ത് വേണമെങ്കിലും മലവെള്ളപ്പാച്ചിൽ ഉണ്ടാവാം. അതുകൊണ്ട് തന്നെ നമ്മൾ വെള്ളത്തിലോ പുഴയിലോ തോട്ടിലോ ഒക്കെ ഇറങ്ങുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. അത് പാർക്കിനകത്താണെങ്കിലും ശരി പുറത്താണെങ്കിലും ശരി. ഇങ്ങോട്ട് വരുന്ന വഴിയിൽ നമ്മളൊരു നീർച്ചോല കണ്ടല്ലോ, ഒരു റോട്ടിലൂടെ ഒരു വെള്ളം ഒഴുകി പോകുന്ന സ്ഥലം കണ്ടല്ലോ, അവിടെയൊക്കെ ഇറങ്ങുമ്പോഴും നമ്മൾ മലവെള്ളപ്പാച്ചിലിൻ്റെ സാധ്യത നമ്മൾ ഒരിക്കലും തള്ളിക്കളയരുത്. അങ്ങനെ ഒരുപാട് അപകടങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരു ഏരിയയാണ് കരുവാരകുണ്ട് ഭാഗത്ത്. അതുകൊണ്ട് നിങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്തായാലും ശ്രദ്ധിക്കണം. പിന്നെ പാർക്കിലേക്ക് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ വെള്ളച്ചാട്ടത്തിൻ്റെ ഒന്നുകൂടി അതിമനോഹരമായ കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടാണ് അതിൽ മുന്നോട്ട് പോകുന്നത്. വെള്ളച്ചാട്ടത്തിൻ്റെ എതിർവശത്ത് മുകൾ വശത്തായിട്ടാണ് നമ്മൾ ഡ്രീം ലാൻഡിൻ്റെ ഇവരുടെ തന്നെ റിസോർട്ടുള്ളത്, ഗ്രീൻലാൻഡ് റിസോർട്ടുള്ളത്. അത് ഇതിൻ്റെ തൊട്ടപ്പുറത്താണ്. അപ്പോൾ അവിടെ റിസോർട്ടിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ വെള്ളച്ചാട്ടവും ഈ പാർക്കും ഒക്കെ ഒരുപാട് സമയം ആസ്വദിക്കാനും ഒക്കെയുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ വരുന്ന ആളുകൾ കരുവാരകുണ്ടിൽ ചേറുമ്പ് എക്കോ വില്ലേജും അത് കഴിഞ്ഞ് കേരളാംകുണ്ടും ഒക്കെ പോയതിന് ശേഷം ഇങ്ങോട്ട് വരിക. ഇങ്ങോട്ട് വന്നാൽ ഈ പാർക്കിൽ സ്റ്റേ ചെയ്യാൻ, അതായത് ഇവരുടെ തന്നെ പ്രോപ്പർട്ടിയിൽ നമുക്ക് സ്റ്റേ ചെയ്യണമെങ്കിൽ സ്റ്റേ ചെയ്യാം. ഒരു ദിവസം സ്റ്റേ ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ കരുവാരകുണ്ടിലുണ്ട്. അപ്പോൾ ഒരുപാട് ആസ്വദിക്കാനും ഒരു ദിവസം സ്പെൻഡ് ചെയ്യാനൊക്കെ സംഭവങ്ങൾ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് കരുവാരകുണ്ടിൽ ഒരു ദിവസം സ്പെൻഡ് ചെയ്താലും ഒരിക്കലും നഷ്ടം വരില്ല. ഈ പാർക്കിൽ തന്നെ ഒരുപാട് സംഭവങ്ങളുണ്ട്. കുട്ടികൾക്ക് ഫാമിലികൾക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സംഭവങ്ങൾ ഈ പാർക്കിനകത്ത് തന്നെ ഉണ്ട്. അതൊക്കെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് സ്വാഭാവികമായിട്ടും ഗ്രീൻലാൻഡ് റിസോർട്ടിൽ വന്ന് താമസിക്കുന്ന ആളുകൾക്കും ഇത് തൊട്ടടുത്തായതുകൊണ്ട് അതൊക്കെ ആസ്വദിക്കാനൊക്കെ സുഖം ആയിരിക്കും. പിന്നെ ഇത് രാത്രി 8 മണി വരെയുള്ള പാർക്കായതുകൊണ്ട് നമുക്ക് ആ നൈറ്റ് വിഷ്വൽസും നൈറ്റിലെ കാര്യങ്ങളൊക്കെ കാണാനും ആസ്വദിക്കാനും ഒക്കെ എന്തായാലും നല്ലൊരു ഓപ്ഷനാണ്. ഇതാണ് വെള്ളച്ചാട്ടത്തിൻ്റെ മുകൾ വശം. അതൊക്കെ നമുക്ക് പാർക്കിനകത്തു കൂടി തന്നെ നടന്നുകൊണ്ട് അതൊക്കെ കാണാൻ കഴിയും. ഈ വെള്ളച്ചാട്ടത്തിൻ്റെ തൊട്ടപ്പുറത്തെ വശത്ത്, അതായത് ഇതിൻ്റെ എതിർവശത്ത്, നമ്മൾ നിൽക്കുന്നതിൻ്റെ എതിർവശത്തായിട്ടാണ് റിസോർട്ട് വരുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ കരുവാരകുണ്ട് ഭാഗത്തേക്ക് ഒരു ദിവസത്തെ ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോൾ ഒരു സ്റ്റേ വിചാരിച്ച് പ്ലാൻ ചെയ്യുക. സ്റ്റേക്ക് ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഈ റിസോർട്ട് മാത്രമല്ല, ഇതിന് മുകളിലേക്ക് പോകുമ്പോൾ ഒരു ബംഗ്ലാവ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഭാവിയിൽ നമ്മൾ ഇതുപോലെ വിഷ്വൽ നിങ്ങളുടെ മുന്നിലെത്തിക്കും, റിവ്യൂസൊക്കെ ആയിട്ട് നിങ്ങളുടെ മുന്നിലെത്തിക്കും. പിന്നെ ഇവിടെ ഒരു ഹാളുണ്ട്, നമുക്കൊരു ബാംബു ഹാൾ എന്നുള്ള പേരിൽ ബർത്ത്ഡേ പാർട്ടിയോ അല്ലെങ്കിൽ ഗെറ്റ് ടുഗതറോ കാര്യങ്ങളൊക്കെ നടത്താൻ പറ്റുന്ന ഇതുപോലുള്ളൊരു ഹാള് ഇതിനകത്തുണ്ട്. അപ്പോൾ അതൊക്കെ വളരെ മികച്ച ഒരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ഇങ്ങനത്തെ ഓപ്ഷൻസൊക്കെ നമുക്ക് കരുവാരകുണ്ടിൽ കുറവായിരുന്നു. അപ്പോൾ എന്തായാലും അതൊക്കെ കണ്ട് മുന്നോട്ട് പോകുമ്പോൾ വീണ്ടും ഇതുപോലെ കുട്ടികൾക്കും പിന്നെ കുടുംബത്തിനൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരുപാട് സംഭവങ്ങൾ നമുക്ക് ഈ പാർക്കിനകത്ത് തന്നെ കാണാൻ കഴിയും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ രീതികൾ കാര്യങ്ങൾ വരുന്നത്. ഇങ്ങനെ മുകളിലോട്ട് കയറി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇവിടുന്ന് അങ്ങോട്ട് നമ്മളുടെ റിസോർട്ടിലേക്കുള്ള എൻട്രിയാണ്. അവിടെ അവർ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് തോന്നുന്നു. ഞാൻ അവരോട് സംസാരിച്ചില്ല. അപ്പോൾ അവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ പൂളിൻ്റെ ഒരു ഭാഗമൊക്കെയാണ് നമ്മളിപ്പോൾ ഇനി കാണുന്നത്. ഇവിടെ ടോയ്ലറ്റ് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് തന്നെ ഉണ്ട്. ഈ ഒരു ഭാഗത്താണ് ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ ഇവിടെ അക്വ എന്ന് പറഞ്ഞിട്ടുള്ള പൂളിൻ്റെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പൂളൊക്കെ നമുക്ക് അടച്ചുറപ്പുള്ള പൂൾ, അതായത് റൂഫും കാര്യങ്ങളൊക്കെ ഉള്ള പൂളാണ്. അതുകൊണ്ട് തന്നെ പൂള് നല്ല വൃത്തിയായിട്ട് തന്നെ സൂക്ഷിച്ചിട്ടുണ്ട്. പൂളൊക്കെ ഫാമിലിക്കൊക്കെ ഒരുമിച്ച് ഒരു ഫാമിലി മാത്രം വരികയാണെങ്കിൽ അതിനൊരു റേറ്റ് ഉണ്ട്. അതേപോലെ ബാച്ചിലേഴ്സ് ഗ്രൂപ്പൊക്കെ ആയിട്ട് ഒരു ഗ്രൂപ്പിന് ഒരു ഇത്ര സമയമാണെങ്കിൽ അതിനൊക്കെ ഒരു പ്രത്യേക റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ അവിടെ ബോർഡിലും കാര്യങ്ങളിലൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള പിന്നെ ഇൻഡിവിജ്വൽസിനൊക്കെ എല്ലാ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. ഒരാൾക്ക് എത്ര രൂപയാണ് വരുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കിഡ്സ് പൂളുണ്ട്. പിന്നെ ഈ പൂളിലേക്ക് വന്നിട്ട് സ്ലൈഡിങ് പൂള് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒരുപാട് സംഭവങ്ങളുണ്ട്. പിന്നെ ഇവിടെ കുറേ ഊഞ്ഞാല് കാര്യങ്ങൾ, കുറേ ഗെയിംസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. വലിയവർക്കൊക്കെ പറ്റുന്ന ഒരുപാട് സംഭവങ്ങൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്താണ് അത് മെയിനായിട്ട് വരുന്നത്. പിന്നെ ഫാൻറ്റസി വേൾഡ് എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു വലിയ ഒരു വേൾഡ്, അതിന് ഫാൻറ്റസി എന്ന് പറഞ്ഞിട്ടുള്ള കുറേ സംഭവങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വലിയ ഒരു സംഭവമുണ്ട്. അതൊക്കെ ലൈറ്റിങ്സും കാര്യങ്ങളൊക്കെ വന്നാൽ അതിമനോഹരമായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള സ്ലൈഡിങ് പൂള് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. അപ്പോൾ എന്തായാലും ഇതാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ്. സിംഗിളിനാണെങ്കിൽ 300 രൂപ, ഫാമിലി ഗ്രൂപ്പിനാണെങ്കിൽ 500 രൂപയൊക്കെയാണ് പൂളിന് കൊടുക്കേണ്ടതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
അപ്പോൾ അങ്ങനെ അതിന് വേറെ സെപ്പറേറ്റ് ടിക്കറ്റ് കൗണ്ടറും കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ആന, ജിറാഫ് അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങളിൽ കൂടെ സ്ലൈഡിങ്ങിൻ്റെ കുട്ടികൾക്ക് സ്ലൈഡിങ് പിന്നെ ഉള്ള സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് ഗെയിംസും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് ഇതിലുള്ളത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്കും ഫാമിലിക്കും കുട്ടികൾക്കും ഒക്കെ ഒരുപാട് റിലാക്സേഷനും പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വരാൻ പറ്റിയ ഒരു ഇടം തന്നെയാണ് ഡ്രീം ലാൻഡ് നാച്ചുറൽ പാർക്ക്. നാച്ചുറൽ പ്രകൃതിയെ ആസ്വദിച്ചിട്ടുള്ള ഒരു പാർക്ക് തന്നെയാണ്. ചുറ്റും പ്രകൃതിയുടെ പല രീതിയിലുള്ള പല സംഭവങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുക. അതൊക്കെ നമുക്ക് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാനും നമുക്ക് ആസ്വദിക്കാനൊക്കെ പറ്റുന്ന രീതിയിലാണ് ഇവർ പ്രകൃതിയുടെ ഇടയിലൂടെയാണ് ഈ പാർക്കിനെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പ്രകൃതി നാച്ചുറൽ പാർക്ക് എന്നുള്ള ആ ഒരു വേർഡ് ഇതിൽ അന്വർത്ഥമാക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് പിന്നെ ഫാൻറ്റസി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സംഭവം. എന്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. അതിനും ടിക്കറ്റ് നിരക്കും കാര്യങ്ങളൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അത് നമുക്കിതിൻ്റെ വേറൊരു ഭാഗത്ത് നമുക്ക് ഉൾപ്പെടുത്താൻ ശ്രമിക്കാം. ഒരു നൈറ്റ് വിഷ്വൽസും കാര്യങ്ങളൊക്കെ എടുക്കുന്ന സമയത്ത് നമുക്ക് അതും കൂടി. ഇവിടെ ഇപ്പോൾ എന്താ വെച്ചാൽ ഞാൻ വന്ന സമയത്ത് ആളുകൾ കുറവായതുകൊണ്ട് പിന്നെ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും പ്രവർത്തിക്കുന്നില്ല. കുട്ടികളൊക്കെ വന്ന് തുടങ്ങുന്ന സമയമല്ല ആവുന്നുള്ളൂ. പിന്നെ അതിനകത്ത് ഇതുപോലെ സ്നാക്സ്, ഐസ്ക്രീംസ് അങ്ങനെയുള്ള സ്റ്റാളുകളൊക്കെ ഉണ്ട്. വെള്ളം മറ്റ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കിട്ടുന്ന 1-2 സ്റ്റാളുകളുണ്ട്. ഇപ്പോൾ ഞാൻ രാവിലെ വന്നതുകൊണ്ട് ഒരു സ്റ്റാളേ തുറന്നിട്ടുള്ളൂ. ആ സ്റ്റാളിൽ എന്തൊക്കെ ഉണ്ട് എന്നുള്ളതാണ് ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും കുട്ടികൾക്ക് ഉള്ള എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരിക്കലും മിസ് ചെയ്യാതെ കരുവാരക്കുണ്ടിനെ ഒരു ഡെസ്റ്റിനേഷനായിട്ട് നിങ്ങൾക്കൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയുള്ള 2-3 സ്ഥലങ്ങളാണ് ഉള്ളത്. അപ്പോൾ ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ ഇതാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ ബംഗ്ലാവിൻ്റെ ഒരു ബുക്കിംഗ് നമ്പറും കാര്യങ്ങളൊക്കെയാണ് മുകളിൽ കൊടുത്തിട്ടുള്ളത് ഈ ഒരു വീഡിയോയിൽ കാണുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഉള്ള ഒരു സംഭവം. അങ്ങനെ അതിനകത്ത് നിന്ന് പുറത്തേക്ക് ഇറങ്ങി നമ്മൾ വീണ്ടും അടുത്ത ഡെസ്റ്റിനേഷനിലേക്കുള്ള യാത്രയിലാണ്. അപ്പോൾ ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ, ഇതിൻ്റെ ആദ്യ എപ്പിസോഡ് കാണാത്തവരുണ്ടെങ്കിൽ അത് കാണുക. അത് നമ്മളുടെ ചേറുമ്പെക്കോ വില്ലേജാണ്. 2ാമത്തെ എപ്പിസോഡാണ് ഗ്രീൻലാൻഡ് നാച്ചുറൽ പാർക്ക്. ഇതാണ് ഞാൻ പറഞ്ഞ പാർക്കിംഗ് ഏരിയ കേട്ടോ. ഈ പാർക്കിംഗ് ഏരിയയിൽ നമുക്ക് ഒരുപാട് വണ്ടികൾ ഉൾക്കൊള്ളാൻ കഴിയും. പേ പാർക്കിംഗ് ആണ്. പിന്നെ നമ്മളുടെ 3ാമത്തെ എപ്പിസോഡായിട്ടാണ്, ഇതിൻ്റെ തൊട്ടടുത്ത എപ്പിസോഡായിട്ടാണ് നമ്മളുടെ കേരളാംകുണ്ട് വാട്ടർഫാൾസ് വരുന്നത്. അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കേരളാംകുണ്ട് വാട്ടർഫാൾസിൻ്റെ മികച്ച വിഷ്വൽസ് നമുക്ക് നിങ്ങളുടെ മുന്നിലെത്തിക്കാനുള്ളതാണ്. അതൊരിക്കലും നിങ്ങൾ മിസ് ചെയ്യരുത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എന്ന് അറിയിക്കുക. അല്ലാത്തവർ എന്തെങ്കിലും പോരായ്മകളോ കാര്യങ്ങളോ മറ്റുണ്ടെങ്കിൽ അത് അറിയിക്കുക. അപ്പോൾ തെറ്റുകളൊക്കെ തിരുത്തി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം. അതുകൊണ്ട് കമൻറ്റും കാര്യങ്ങളൊക്കെ ഇടാൻ മറക്കരുത്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൂടി ഞാൻ നമ്മളുടെ യാത്ര തുടരുകയാണ്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി പോരുമ്പോൾ ഉള്ള വിഷ്വൽസാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. നമ്മളിങ്ങനെ വന്ന് നമ്മൾ വീണ്ടും വയലിൽ ഗ്രൂപ്പിൻ്റെ പിന്നെ ഹോം സ്റ്റേ കാര്യങ്ങളൊക്കെ ഉള്ള ആ ഒരു ഏരിയയിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിനപ്പുറത്തെ വശത്തൊക്കെ ഒരുപാട് പിന്നെ എന്തൊക്കെയോ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പുതിയതായിട്ട് എന്തൊക്കെയോ തുടങ്ങാനൊക്കെ ഉള്ള പരിപാടികളാണ് തോന്നുന്നു. അപ്പോൾ ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ ഒരുപാട് ഇവിടെ ഉണ്ട്. ഇതിന് നമ്മളിപ്പോൾ കണ്ട ഡ്രീം ലാൻഡ് പാർക്കിൻ്റെ അവിടെ നിന്ന് മുകളിലോട്ട് പിന്നെയും പോയാലാണ് ഒരുപാട് പിന്നെ ഹോം സ്റ്റേകളും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. നമ്മളതിൻ്റെ ഡീറ്റെയിൽസ് ഇതിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കാം. ഡിസ്ക്രിപ്ഷനിലോ എവിടെയെങ്കിലുമൊക്കെ കൊടുക്കാൻ ശ്രമിക്കാം. അപ്പോൾ നിങ്ങൾ കാണുന്നത് ഇപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി തിരിച്ച് വരുന്ന ഒരു വിഷ്വലാണ്. നമ്മൾ നേരത്തെ കണ്ട അതേ ആ ഒരു വെള്ളച്ചാട്ടത്തിന്, അതായത് റോഡിലൂടെ വെള്ളം ഒഴുകുന്ന ആ ഒരു ഭാഗത്തേക്കാണ് നമ്മളിപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. റോഡിലൂടെ വെള്ളം ഒഴുകുക എന്ന് പറഞ്ഞാൽ ഇതാണ് ഞാൻ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞത്. കാരണം ഇവിടെയൊക്കെ മലവെള്ളപ്പാച്ചിൽ ഏത് സമയത്തും ഉണ്ടാവാൻ സാധ്യത ഉള്ളൊരു ഏരിയയാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് വേണം ഇങ്ങനെയുള്ള വെള്ളച്ചാട്ടത്തിൽ അല്ലെങ്കിൽ വെള്ളം ഒഴുകുന്ന സ്ഥലത്ത് കൂടെയൊക്കെ ഇറങ്ങാൻ. കരുവാരുണ്ട് ഭാഗത്തൊക്കെ ഒരുപാട് ഇതുപോലെ മലവെള്ളപ്പാച്ചിലും കാര്യങ്ങളൊക്കെ എപ്പോഴാണെന്നുള്ളത് നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് എപ്പോഴും സംഭവിക്കാറ്. അതുകൊണ്ട് തന്നെ നിങ്ങളത് ആരാണെങ്കിലും അത് ശ്രദ്ധിക്കുക. നാട്ടുകാരാണെങ്കിലും പുറത്തുനിന്ന് വരുന്നവരാണെങ്കിലും ഒക്കെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കൂടുക. അപ്പോൾ നമ്മളുടെ 3ാമത്തെ എപ്പിസോഡ് കേരളാംകുണ്ട് വാട്ടർഫാൾസിൻ്റെ എപ്പിസോഡാണ്. ഒരിക്കലും മിസ് ചെയ്യരുത്. ആദ്യത്തെ എപ്പിസോഡ് കാണാത്തവരുണ്ടെങ്കിൽ ആദ്യത്തെ എപ്പിസോഡ് കണ്ടിട്ട് തിരിച്ചു വരൂ. ഇനി ഈ എപ്പിസോഡിൻ്റെ എന്തെങ്കിലും അഭിപ്രായങ്ങളോ കാര്യങ്ങളോ ഒക്കെ രേഖപ്പെടുത്താനുണ്ടെങ്കിൽ അതും രേഖപ്പെടുത്തുക. അപ്പോൾ വേറെ കാര്യങ്ങൾ എന്താണ് പറയാനുള്ളതെന്ന് വെച്ചാൽ, നമ്മളുടെ ഇതുപോലുള്ള ഒരുപാട് ട്രാവൽ സീരീസ് നമ്മൾ മുന്നോട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് നിങ്ങളുടെ കൂടെ വേണം.